ഏവർക്കും കണക്കുകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ചാനൽ മാറിപ്പോയോന്നല്ലേ? ചാനലൊന്നും മാറിയിട്ടില്ല, വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പിടിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെസിഫിക് ചാപ്റ്ററോ സെക്ഷനോ ഒന്നുമില്ല. ഒരു അടിപൊളി ട്രിക്കാണ്, ഒരു സൂപ്പർ ഡൂപ്പർ ട്രിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞു മക്കൾ മുതൽ പ്രായമായവർക്ക് പോലും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. കാരണം എന്നെ ഈ ഒരു ട്രിക്ക് പഠിപ്പിച്ചത് എൻ്റെ ട്യൂഷൻ ടീച്ചറാണ്. ഒരു ക്ലാസ് ഓഫ് ചെറിയ ക്ലാസ്സിൽ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ കാണാനായിരിക്കും എന്നെ പഠിപ്പിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ പോലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴായാലും പെട്ടെന്ന് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നാൽ ഈ ഒരു രീതിയിലൂടെയാണ് പെട്ടെന്ന് ഞാൻ ആൻസർ കണ്ടുപിടിച്ച് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കത് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മക്കൾക്കും ഇത് ഷെയർ ചെയ്ത് തരണം. പക്ഷേ ഇന്നേ വരെ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്തായാലും ഇത് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരണം. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. പല ട്രിക്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് 0 മുതൽ 9 വരെയും, അതേപോലെ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് താഴേന്ന് 9ലേക്ക്, അതായത് 0, 1, 2, 3, 4, 5 അങ്ങനെ 9 വരെ എഴുതി കഴിഞ്ഞാൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഒരു 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 × 9 മുതൽ 9 × 10 വരെ എഴുതാൻ ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാൽ 6 × 9 എത്രയാ, അല്ലെങ്കിൽ 7 × 9 എത്രയാ, പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഇരുന്ന് എഴുതി അതിൻ്റെ അകത്തുനിന്ന് പിക്ക് ചെയ്യാൻ സമയം വരരുത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 9 9 കൂട്ടും 18 കിട്ടും, വീണ്ടും 9 കൂട്ടും 27 കിട്ടും. അങ്ങനെയും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ സ്പെഷ്യലി ഫോർ എവ്രി വൺ, ലിറ്ററലി എവ്രി വൺ. കാരണം ചെറിയ ക്ലാസ് മുതൽ കുഞ്ഞു മക്കളൊക്കെ നിങ്ങൾക്ക് സിസ്റ്റേഴ്സായിട്ട് ബ്രദേഴ്സായിട്ടൊക്കെ കുഞ്ഞു മക്കളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, റിലേറ്റീവ്സിൻ്റെ ആയിക്കോട്ടെ, ആർക്കായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരുടെ ഒരു ലൈഫ് ലോങ് അവർക്ക് ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലേക്ക് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇതുപോലത്തെ നമ്മുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് ഒത്തിരി താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് തന്നെ പോവാം. മക്കളെ, നീ ഒരു ട്രിക്ക് ചെയ്യാനായിട്ടുണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പേനയുടെയോ പേപ്പറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു ഫിംഗേഴ്സ് തന്നെ ധാരാളം. 10 ഫിംഗേഴ്സ് നമുക്കുണ്ട്. ഈ ഒരു 10 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം, എനിക്ക് റീലായിട്ട് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പെയ്യാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒന്ന് പെയ്യെ ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവർക്ക് ഫേസായിട്ട് നിന്ന് നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് വിടർത്തിപ്പിടിക്കാം. ഈ ഒരു രീതിയിൽ വിടർത്തിപ്പിടിക്കുക. ഞാൻ എപ്പോഴും നമ്മൾ കാണുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കുമല്ലോ, നമ്മുടെ ഫിംഗേഴ്സ് ഈ ഒരു രീതിയിൽ കാണുമ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വിടർത്തിപ്പിടിക്കാം. ഞാൻ ഈ ഒരു അറ്റത്തു നിന്നാണ് ഓരോ ഫിംഗറിനും ഓരോ നമ്പേഴ്സ് കൊടുക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? അപ്പോൾ 10 ഫിംഗേഴ്സ് ആണ് ഇരിക്കുന്നത്. ഇത് ഈ ഒരു രീതിയിൽ എനിക്ക് കാണിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവായിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഫെമിലിയർ ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോഴാണ്, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നിന്ന് തന്നെ പറയുന്നത്. ഓക്കെ മക്കളെ, ഇങ്ങനെ നോക്കിയിരിക്കല്ലേ. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? ആദ്യം നമ്മൾ 1 × 9 ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 1 × 9 ആകുമ്പോൾ നമുക്കറിയാം 9 ആണ് ആൻസർ കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ നോക്കി ഈ അറ്റത്തു നിന്നാണ്, നിങ്ങൾക്ക് ഈ അറ്റത്തു നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം. അതാണ് 1, 2, 3 ഇങ്ങനെ എണ്ണാൻ എളുപ്പം. അപ്പം ലെഫ്റ്റ് സൈഡിലത്തെ ഫസ്റ്റ് ഫിംഗർ, തം ഫിംഗറിനാണ് ഞാൻ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? 1 × 9 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തം ഫിംഗർ മാത്രം മടക്കുക. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ എത്ര വിരലുകളുണ്ട് നിങ്ങൾക്ക് എണ്ണാം. ഈ അറ്റത്തുനിന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? 9 അല്ലേടാ. അപ്പോൾ എന്താ 1 × 9ന്റെ ആൻസർ എന്താ? 9. മനസ്സിലായോ? ഇനി ബാക്ക് ടു നമ്മുടെ നോർമൽ പൊസിഷൻ, 10ലേക്ക് നമ്മൾ തിരിഞ്ഞു വന്നു. ഇനി നമുക്ക് 2 × 9 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 2 × 9. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിംഗറിൽ 1, 2 ഇതല്ലേ 2ന്റെ ഫിംഗർ, പോയിന്റ് ഫിംഗർ അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? മടക്കി വെക്കണം. ഓക്കെ, ഇത് മടക്കി വെക്കുന്ന സമയത്ത് ഇപ്പം മക്കൾക്ക് നോക്കിയേ, ഇവിടെ ഈ മടക്കി വെച്ചിരിക്കുന്ന നമ്പറിൻ്റെ ഇങ്ങോട്ടും ഫിംഗേഴ്സ് ഉണ്ട്, മടക്കിയതിന് ഇങ്ങോട്ടും ഫിംഗേഴ്സ് ഉണ്ട് അല്ലേ?
മടക്കിയതിന് ഇങ്ങോട്ട് എത്ര ഫിംഗർ ഉണ്ട്? ഈ ഒറ്റ തം ഫിംഗർ മാത്രമല്ലേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് ഡിജിറ്റ് ഇസ് 1. ഉറപ്പിച്ചല്ലോ. ഇങ്ങോട്ട് ഇനി എത്ര ഫിംഗേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8. 8. അപ്പോൾ 1ഉം 8ഉം ആൻസർ ഇസ് 18. ഫസ്റ്റ് ഡിജിറ്റ് ഇസ് 1 ആൻഡ് ദ സെക്കൻഡ് ഡിജിറ്റ് ഇസ് 8. 18. മനസ്സിലായോടാ? ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ ഞാൻ നിങ്ങൾക്ക് ഫേസ് ആയിട്ട് തന്നെ വെക്കാം. ഇതിങ്ങനെ 1 2 3 4 എന്നൊന്നും എണ്ണണ്ട. നമ്മൾ എന്നും കാണുന്ന നമ്മുടെ കൈയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഫിംഗർ കാണുമ്പോൾ എത്രയാ ബാക്കി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും കുഞ്ഞു മക്കളാണെങ്കിൽ പോലും ഒന്ന് എണ്ണി നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുക. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണോ, സമയം പോകുന്നു എന്നൊന്നും വിചാരിക്കരുത്. എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അത് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ടാണ്. 3 × 9 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയേടാ. ഞാൻ ഈ ഒരു കൈ ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലായിരിക്കും നമ്മളിങ്ങനെ നേരെ വെക്കുമ്പോൾ നമ്മുടെ കൈ കാണുന്നത്. ഇതിൽ നിന്ന് തേർഡ് ഫിംഗർ ആണ് നമുക്ക് മടക്കേണ്ടത് അല്ലെ. 3 × 9 ആണ്, അല്ലെങ്കിൽ 9 × 3 ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഫിംഗർ ആണ് നമുക്ക് മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ തേർഡ് ഫിംഗർ മടക്കും. ഓക്കെ, മിഡിൽ ഫിംഗർ ഞാൻ മടക്കും. ഇനി എങ്ങനെ നോക്കണോടാ? മടക്കിയ ഫിംഗറിന്റെ ഇങ്ങോട്ടുള്ള ഡിജിറ്റ്സ് ആണ് ഫസ്റ്റ് വൺ, ഇങ്ങോട്ടുള്ളതാണ് സെക്കൻഡ് വൺ. അപ്പോൾ മടക്കിയ ഇങ്ങോട്ട് 1 2 2 വാല്യൂകളാണുള്ളത്. സോ ദ ഫസ്റ്റ് ഡിജിറ്റ് ഇസ് 2. ഇങ്ങോട്ടോ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 7 ഫിംഗേഴ്സ് ആണ്. therefore the answer is 27. സോ സിമിലർലി ഒന്ന് നോക്കിയടാ. ബാക്ക് ടു ദ പൊസിഷൻ. 4 to 9 വരുന്ന സമയത്ത് ഫോർത്ത് ഫിംഗർ ആണ് നമ്മൾ മടക്കേണ്ടത്. ബാക്കി ഇങ്ങോട്ട് ഇതാ ഈ 3 എണ്ണം അല്ലേ ഉള്ളൂ. 3 ആൻഡ് ഇങ്ങോട്ട് എത്ര എണ്ണം ഉണ്ട്? ഈ 5ഉം 1ഉം 6. The answer is 36. So 4 × 9 is 36. ബാക്ക് ടു ദ പൊസിഷൻ. ഫിഫ്ത്ത് വൺ ആണ് കാണേണ്ടത്. ഫിഫ്ത്ത് വൺ മടക്കി ഇങ്ങോട്ടുള്ളത് 4 ആൻഡ് ഇപ്പുറത്തിരിക്കുന്നത് 5. സോ 45. സോ സിമിലർലി നമുക്ക് അങ്ങോട്ടൊന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് കൈയെടുത്ത് വെച്ചേടാ. എന്നിട്ട് പറഞ്ഞേടാ 6 × 9 അല്ലെങ്കിൽ 9 × 6. 9 × 6 9ന്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം 9 അല്ലാത്ത മറ്റേ നമ്പർ വേണം നമ്മൾ കയ്യിൽ കൺസിഡർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ 6 × 9 ആകുമ്പോൾ 6th ഫിംഗർ ആണ് ഫോൾഡ് ചെയ്യേണ്ടത്. നോക്കുക, ഇത് 5 6. അപ്പൊ 6th ഫിംഗർ നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ, ഈ ഒരു സൈഡിൽ 5, മടക്കിയതിന് ശേഷം നിൽക്കുന്നത് 4. സോ ദ ആൻസർ ഇസ് 54. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇതുപോലെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ ഇവിടുന്ന് 45 എന്ന് വായിച്ചു കളയരുത്. നമുക്ക് ഫേസ് ചെയ്തേക്കുന്ന രീതിയിൽ വേണം നോക്കാൻ. അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചത്. നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ കൈപ്പത്തി അകവശമാണ് കാണുന്നത്. അങ്ങനെ വേണം നോക്കാനായിട്ട്. അപ്പൊ നോക്കുമ്പോൾ 54 അല്ലെങ്കിൽ 45 എന്ന് എഴുതി പോകരുത് കേട്ടോ. 54. സിമിലർലി 7 ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേടാ മക്കളെ, എത്രയാവും? 9 × 7 എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? എത്ര കിട്ടി? 63 കിട്ടിയോ? യാ, അതാണ് ആൻസർ കേട്ടോ. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ കിട്ടും 63. ഇവിടെ 3 ആണ്. സിമിലർലി ബാക്ക് ടു ദ പൊസിഷൻ പോവാ. എന്നിട്ട് നമ്മൾ 8th ഫിംഗർ ഒന്ന് മടക്കി നോക്കിയാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 72. മനസ്സിലായോ? 8th ഫിംഗർ മടക്കി നോക്കുക. ഇവിടുത്തെ 5 6 7. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഈസ് 7 ആൻഡ് ദ നെക്സ്റ്റ് മടക്കിയതിന് ശേഷമുള്ളത് 2. സിമിലർലി ബാക്ക് ടു ദ പൊസിഷൻ 9th ഫിംഗർ മടക്കി നോക്കാം. നോക്കടാ, ഇവിടെ 8 എണ്ണം ഉണ്ടല്ലേ. ഇവിടെ 8 എണ്ണം ഉണ്ട്. 9th ഫിംഗർ മടക്കിയതിന് ശേഷം മടക്കിയതിന്റെ അപ്പുറത്ത് ആരേ ഉള്ളൂ? ഒറ്റ തം ഫിംഗർ മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് 81. ഓക്കെ, ഫൈൻ. ലാസ്റ്റ് 9 × 10 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 9 × 10 ദ ലാസ്റ്റ് ഡിജിറ്റ് ആയ തമ്പ് ഒന്ന് മടക്കി നോക്കണം. നോക്കിയടാ, ഈ 10 എണ്ണത്തിൽ ഈ ഒരെണ്ണം മടക്കി കഴിയുമ്പോൾ ബാക്കി ഈ ഒരു സൈഡിൽ കിടക്കുന്ന എല്ലാം എത്ര ഫിംഗേഴ്സ് ഉണ്ടടാ? 9 ഫിംഗേഴ്സ് ഉണ്ട്. മടക്കിയതിന് ശേഷം ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് 0. Therefore the final answer is 90. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊന്ന് പറയാം. ഒന്ന് നോക്കിയടാ, എല്ലാവരും അവരുടെ കൈ ഒന്ന് ഫ്രണ്ടിലേക്ക് നോക്കി പിടിച്ചൊന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞാലോ? പറഞ്ഞേടാ മക്കളെ. 1 × 9 is 9. Back to the position. 2 × 9 is 18. Back to the position. ഇനി 3 × 9. Third finger madaka, it is 2 7 27. So next 4 × 9, fourth finger madakam, that is 3 6 36. Fifth finger madakam endha makkale കാണുന്നേ? 4 5 അല്ലേ? 45. Back to the position. അതിനി sixth finger madakam, 5 4. So that is 54. ഫിംഗർ നേരെ ആക്കാൻ മറന്നു പോയത് കേട്ടോ. അടുത്തത് 7 ആവുമ്പോൾ 7th ഫിംഗർ മടക്കാം. ബാക്കി 6 ഈ ഒരു സൈഡിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. 6th 6 and 3 63.
അടുത്തത് 8th ഫിംഗർ മടക്കാം, അപ്പോൾ 7ഉം 2ഉം 72. അടുത്തത് 9th ഫിംഗർ മടക്കുമ്പോൾ ഇറ്റ് ഇസ് 8ഉം 1ഉം 81. ആൻഡ് ദ ലാസ്റ്റ് ഫിംഗർ ഇസ് 9 ആൻഡ് 0 90. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. 2-3 പ്രാവശ്യമൊക്കെ അവർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചോദിക്കുക. അങ്ങനെ ഇത് അവരുടെ മനസ്സിൽ മനഃപ്പാടമാകും. പിന്നീടുള്ള അവരുടെ ലൈഫിലും അവർക്കത് യൂസ്ഫുൾ ആക്കാം. ഇനി കുഞ്ഞുമക്കൾക്കെന്നല്ല, നമ്മുടെ ഇടയിലായാലും പെട്ടെന്ന് വരുമ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അപ്പോൾ ഇനി 10ന് ശേഷമുള്ളത് എങ്ങനെ ചെയ്യാം എന്നൊക്കെ ചോദ്യം വരും. എനിക്ക് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പഠിച്ചതിന് ശേഷം എത്രയോ വട്ടം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. എത്രയോ വട്ടം, അൺകൗണ്ടബിൾ ടൈംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്തത്. ഇൻ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെ യൂഷ്വലി ഒരു 10ന് താഴെ കാൽക്കുലേഷനിലായാലും അല്ലാതെയൊക്കെ വരാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാൽക്കുലേഷനിലും എളുപ്പം ഉണ്ടാക്കാം. ഇങ്ങനെ കുറേ ട്രിക്സുകളുണ്ട്. ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് 9ന്റെ മാത്രമല്ല 3യുടെ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതൊക്കെ ഞാൻ വഴിയെ ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പഠിക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഞാൻ മാക്സിമം സ്ലോയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ ഫേസ് ആയിട്ട് വെക്കുക. ലെഫ്റ്റിൽ നിന്നാണ് കൂട്ടി നോക്കുന്നത്. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ അത് തെറ്റും. അതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് നോക്കി തുടങ്ങുക. വാച്ചിട്ടേക്കുന്ന കൈയുടെ ഭാഗത്ത് നിന്ന് നോക്കുക. അവിടുന്ന് 1 2 3 ആ ഒരു രീതിയിൽ മടക്കി ശ്രദ്ധിക്കുക. ആൻഡ് മടക്കുന്നതിന് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ് ആൻഡ് അതിനുശേഷമായിരിക്കും സെക്കൻഡ് ഡിജിറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കാണുമ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൈഡിൽ നിന്നല്ലേ വായിച്ച് തുടങ്ങുന്നത് അല്ലേ? നമ്മൾ ബുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഒരു പേജിൽ നിന്ന് ഇങ്ങനെ വായിച്ചല്ലേ ഈ പേജിലേക്ക് വരുന്നത്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡിജിറ്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തെറ്റാതെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇപ്പോഴും എൻ്റെ അടുത്ത് പേഴ്സണലൈസ്ഡ് ക്ലാസ്സിനൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ പരതാറുണ്ട്. 9 into 7 എത്ര, ടീച്ചറെ 9 to 8 എത്രയാണ്, ഞാൻ ഒന്ന് കൂട്ടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ബേസിക്കലി മാത്സ് എപ്പോഴും യൂസ് ചെയ്യുന്ന ആളായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞ ഈ അറിവ് നമ്മുടെ ചുറ്റുമുള്ളവരും അറിയണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് കൂടി വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാനായിട്ടും മറക്കണ്ട. തുടർന്ന് നമ്മുടെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഒരു സെക്ഷനുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.